അത് തനിയെ വളർന്ന് അതിന് തണലായി നമുക്കും തണലായി നിൽക്കുന്ന ഒരു മരം. അതുകൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടെന്നറിയാവോ? അത് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അത്ഭുതമാണ്, ഇത്രത്തോളം ഉപയോഗം ഈ ഒരു പാഴ്മരം എന്ന് പറയുന്ന വസ്തുവിനുണ്ടോ എന്ന്. അത് വേറൊന്നുമല്ല, അതാണ് നമ്മുടെ വട്ടമരം അല്ലെങ്കിൽ വട്ടക്കണ്ണി, അങ്ങനെയൊക്കെ വെളിപ്പേരുള്ള മരം. പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കണ്ടുവന്നിരുന്ന ഗ്രാമങ്ങളിലെ തൊടികളിലൊക്കെ തനിയെ വളർന്നു വന്നൊരു മരമാണ് ഈ വട്ടമരം എന്ന് പറയുന്നത്. എന്റെയൊക്കെ കുട്ടിക്കാലത്തുണ്ടല്ലോ, എന്റേത് മാത്രമല്ല നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വട്ടമരത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ നല്ല നല്ല ഓർമ്മകൾ നമുക്കുണ്ടാവും. ഞങ്ങളൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറും ഒക്കെയാണ് ഉച്ചയ്ക്ക് ഉണ്ടാവുക. അപ്പൊ ആ ഒരു പയറ് വാങ്ങാനായിട്ട്, ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഓർക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ കൊതി വരും കേട്ടോ. അപ്പൊ ആ പയർ വാങ്ങാനായിട്ട് നമ്മൾ ആ കഞ്ഞിപ്പുരയുടെ വാതിക്കെ പോയിട്ട് ഈ വട്ടയിലയും പിടിച്ച് ഒരുപാട് ക്യൂ നിന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ. അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ഗ്രാമത്തിലൂടെയുള്ള വഴികളിലൂടെ നമ്മുടെ സൈക്കിളുകാരൻ ചേട്ടൻ മീനുമായിട്ട് വരുമ്പോൾ ആ മീൻ വാങ്ങാനായിട്ട് നമ്മുടെ അമ്മമാര് കാണുന്ന വട്ടയിലയെ ഒടിച്ചൊരു ഓട്ടാണ് റോഡിലേക്ക്. അതൊക്കെ ഉണ്ടല്ലോ നല്ല സുന്ദരമായ, നല്ല സന്തോഷം തരുന്ന ഓർമ്മകളാണ് നമുക്കതൊക്കെ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റിക്കറുകൾ, നമ്മുടെ നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, ഇപ്പോഴാണ് സ്റ്റിക്കറൊക്കെ ആയത് ഇങ്ങനെ പൊളിച്ചെടുത്ത് ഒട്ടിക്കാൻ പറ്റുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മൾ ചോറൊക്കെ തേച്ച് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയായിരുന്നു ഒട്ടിച്ചുകൊണ്ടിരുന്നത്. അതിനായിട്ട് നമുക്ക് ഈ വട്ടമരത്തിന്റെ ഈ ഒരു ഇലയുണ്ടല്ലോ, ആ കമ്പേന്ന് ഒടിച്ചു കഴിയുമ്പോൾ അതിനകത്തൊരു ചുമല ദ്രാവകം വരും. അത് നല്ല ഒന്നാന്തരം പശയാണ്. അത് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ സിനിമാ പോസ്റ്ററുകളൊക്കെ ഇല്ലേ, പണ്ട് നമ്മളൊക്കെ കുഞ്ഞിലെ ആ സിനിമ പത്രത്തിൽ വരുന്ന, അപ്പുറത്തെ വീട്ടിലൊക്കെ പത്രം വരുമ്പോൾ അതിൽ നിന്നൊക്കെ ന്യൂട്ടിൽ പോയിട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് വന്ന് നമ്മൾ ബുക്കിൽ അതൊരു വലിയ കളക്ഷൻ ആയിട്ടൊക്കെ ഈ വട്ടപ്പശ ഉപയോഗിച്ച് തന്നെയാണ്, വട്ടമരത്തിന്റെ പശ ഉപയോഗിച്ച് തന്നെയാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ വട്ടമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം അന്നും പണ്ട് കാലത്തും ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തീപ്പെട്ടി നിർമ്മാണം, അതേപോലെ തന്നെ പെൻസിൽ നിർമ്മാണം. ഇതിനൊക്കെ ഇപ്പോഴും പണ്ട് കാലത്തും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മരമാണ് നമ്മുടെ വട്ടമരം. ഈ തീപ്പെട്ടി കമ്പനികളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴാണെങ്കിലും അതെ, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വീട്ടമ്മമാർക്ക് ഉള്ളൊരു ജീവിത മാർഗ്ഗം അല്ലെ ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് തീപ്പെട്ടി കമ്പനികൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞത് കൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ വട്ടമരം കൊണ്ടുള്ള ഉപയോഗങ്ങൾ. പണ്ട് കാലത്തെ നമ്മുടെ കുട്ടനാടൻ മേഖലകളിലെ വയലോര പ്രദേശങ്ങളിലുള്ള കള്ള് ഷാപ്പുകൾ, അതേപോലെ ചാരായ ഷാപ്പുകൾ, ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾ, കാരണം നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് അഫോർഡബിൾ പ്രൈസിൽ തുടങ്ങാൻ പറ്റുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ, അതെ മാടക്കടകൾ, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാടക്കടകൾ, ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ പണിയാനായിട്ട് പണ്ട് കാലങ്ങളിൽ മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ വട്ടമരത്തിന്റെ തടിയായിരുന്നു. പണ്ട് കാലത്ത് നമ്മുടെ ചെറിയ ചെറിയ വീടുകളൊക്കെ, കാരണം നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെറിയ വീടുകളൊക്കെ പണിയുന്നവർ, കാരണം ഈ വട്ടമരത്തിന്റെ തടി ഉപയോഗിച്ച് സൈഡ് ഫുള്ള് മറയ്ക്കും. നമ്മളിപ്പോൾ സിമെന്റ് കട്ടയൊക്കെ കെട്ടുന്നതിന് വരെ തടി ഉപയോഗിച്ച് മറയ്ക്കും. അതേപോലെയൊക്കെ റൂമുകൾ തിരിക്കാനും ഒക്കെ ആയിട്ട് ഈ വട്ടമരത്തിന്റെ തടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര ഉപയോഗങ്ങൾ നമുക്ക് ഈ വട്ടമരത്തിന്റെ തടി കൊണ്ടും അതേപോലെ തന്നെ അതിന്റെ വേര്, ഇല എല്ലാം കൊണ്ടും നമുക്കുണ്ട്. നമുക്ക് ചരിത്രപരമായിട്ടും ഒരുപാട് പ്രാധാന്യമുള്ളൊരു മരമാണ് കേട്ടോ. കാരണം ചരിത്രത്തിൽ നിന്ന് പോലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. കാരണം എന്ന് പറയാൻ പത്രമാധ്യമങ്ങൾ, അങ്ങനെ പത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ, കാരണം സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന പത്രപേപ്പറുകളിലാണ്. അപ്പൊ ഇതൊക്കെ വരുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് ഈ വട്ടയിലയിലായിരുന്നു നമ്മൾ പലവ്യഞ്ജന സാധനങ്ങൾ, അതേപോലെ മാംസം, പിന്നെ ഉപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ്. കാരണം ഇത് റൗണ്ട് ഷേപ്പിലായ കാരണം ഇതിനകത്ത് പൊതിഞ്ഞു കൊടുക്കാനായിട്ട് എളുപ്പമായിരുന്നു കൊണ്ട് തന്നെ വട്ടയിലയിലായിരുന്നു സാധനങ്ങൾ പൊതിഞ്ഞു കൊടുത്തിരുന്നത്. അപ്പൊ ഈ ഉപ്പൊക്കെ മെയിനായിട്ട് ഇതിനകത്ത് പൊതിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇതിന് ഉപ്പില എന്നൊരു പേരും കൂടെ ഈ മരത്തിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വടക്കൻ കേരളത്തിൽ പൂര ഉത്സവങ്ങൾക്ക് അടയുണ്ടാക്കാനായിട്ട് നമ്മൾ വാഴയില ഉപയോഗിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ഈ വട്ടയിലയിൽ അടയുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആന്ധ്രാപ്രദേശ്, കർണാടക അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വാഴയിലയൊക്കെ ഉണക്കിയിട്ട് ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ ഈ വട്ടയില ഉണക്കി അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് പണ്ട് കാലത്ത് കൊണ്ട് ഇപ്പോഴും അത് അങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. കാരണം ഈ ഇലയിൽ ഭക്ഷണം കഴിക്കുന്നത് മൂലം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും അവിടങ്ങളിലുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ ഈ ഇലയിൽ ഉണക്കിയെടുത്ത് വെച്ചിട്ട് അതിൽ ഭക്ഷണം കഴിക്കുന്നത്. പണ്ട് കാലത്ത് ഇതിന് തെങ്ങിന് അതേപോലെ വാഴയ്ക്കൊക്കെ തടയെടുത്തിട്ട് അതിന്റെ ചുവട്ടിൽ നമ്മൾ പച്ചില വളങ്ങൾ ഉപയോഗിക്കും. പച്ചില മരത്തിന്റെ കമ്പുകൾ ഒടിച്ചിടും. അപ്പൊ അതിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് കാലത്ത് ഈ വട്ടമരത്തിന്റെ തണ്ടുകളായിരുന്നു. അതിന്റെ ഇലയോട് കൂടിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു മരത്തിന് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളും ഈ ഇലയിൽ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് അറിഞ്ഞാണോ അറിയാതെയാണോ അവർ ആ കൃഷിക്കായിട്ട് അത് ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എല്ലാ മരത്തിന്റെ ചുവട്ടിലുണ്ടാവും ഇങ്ങനെ വട്ടമരത്തിന്റെ കമ്പുകൾ ഒടിച്ച് ആ ഇലയോട് കൂടി ഇട്ട് അത് ചീഞ്ഞ് അതിന് നല്ല രീതിയിലുള്ള വളമായിട്ട് അത് മാറാറുമുണ്ട്. നമ്മളിതിന്റെ ഹിസ്റ്ററി പറഞ്ഞു, നമ്മൾ ഇതിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു. എങ്കിലും നമ്മുടെ നാടൻ വൈദ്യത്തിൽ, ആയുർവേദത്തിൽ പോലും നമുക്ക് ഈ വട്ടമരത്തെ മാറ്റി നിർത്താൻ പറ്റില്ല.
കാരണം ഇതിൻ്റെ തൊലി, വേര്, ഇല ഇതിനെല്ലാം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. നമുക്ക് സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾക്ക്, വയറിളക്കം, ഛർദി ഇങ്ങനെയുള്ള പലവിധ അസുഖങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും കഷായമായിട്ടും മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മളെല്ലാവരും പണ്ടുകാലം മുതൽ ഇപ്പോൾ ഉള്ളവർ പാഴ്മരം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു വൃക്ഷമാണ് നമ്മുടെ ഈ വട്ടമരം എന്ന് പറയുന്നത്. അപ്പോൾ ആ മരം കൊണ്ട് ഇത്രത്തോളം ഉപയോഗം എനിക്കറിയാമെങ്കിൽ ഞാൻ അറിയാത്ത എത്രയോ ഉപയോഗങ്ങൾ ഈ മരം കൊണ്ടുണ്ടാവും. അപ്പോൾ ഈ വട്ടമരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതൊരു കമൻറ്റ് രൂപത്തിൽ നമുക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.